പ്രൈസ് ദി ലോർഡ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നുള്ള പ്രസംഗത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം, ഇവൻ്റെ ഇടപാടുകളെ നമ്മൾ തിരിച്ചറിയണം, ശത്രുവിൻ്റെ പോർവിളികളെ നമ്മൾ തിരിച്ചറിയണം, അവൻ്റെ തീയമ്പുകളെ നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തിൻ്റെ പഥ്യവചനം പഥ്യോപദേശത്തെ കോട്ടിക്കളയുന്നുണ്ടോ, കൂട്ടുചേർക്കുന്നുണ്ടോ, മറിച്ച് കളയുന്നുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ആഴത്തിൽ ദൈവവചനം പഠിച്ച് വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിക്കണം. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ടല്ലോ, എന്താ ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചു. നല്ലൊരു മെസ്സേജായിരുന്നു, എനിക്കത് കേട്ട് സന്തോഷിക്കാനിടയായി തീർന്നു. ഞാൻ വരുവോളം എന്ത് ചെയ്യുക? വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുക. സ്തോത്രം. അത് ഒരു ദൈവദാസൻ. സ്തോത്രം. എന്ത് ചെയ്യണം? ദൈവവചനം ധ്യാനിക്കണം. വചനം പഠിപ്പിക്കാനായിട്ട് ദൈവവചനത്തിൽ ഉറ്റിരിക്കണം. വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. നീ നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുക, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അല്ലെങ്കിൽ നിനക്കുമില്ല രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കുമില്ല രക്ഷ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കണം. ദൈവമക്കളെ, എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ശുശ്രൂഷകന്മാർ സഭയുടെ കാവൽക്കാരാണ്. അവരുറങ്ങിപ്പോയാൽ, അവരാത്മിക ഉറക്കത്തിലേക്ക് പോയാൽ, അവരാത്മിക ഉറക്കം തൂങ്ങുന്നവരായാൽ ശത്രു കയറാനിടയായിത്തീരും. ഇന്ന് അനേക കൂട്ടായ്മകളിൽ, അനേക പ്രാർത്ഥനാ സംഘങ്ങളിൽ സാത്താൻ കയറി മേയുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചില്ലെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങളിൽ ജനം കുടുങ്ങിപ്പോകും. അത് കൂട്ടിക്കളഞ്ഞാ പ്രസംഗിക്കുന്നത്, അത് കൂട്ടുചേർത്താ പ്രസംഗിക്കുന്നത്, അത് മറിച്ച് കളഞ്ഞാ പ്രസംഗിക്കുന്നത്. ഈ ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുക എന്നുള്ളത് എൻ്റെ പ്രധാന ഒരു ദർശനമായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നതാണ്. അനേക ദൈവദാസന്മാർ നന്നായി ദൈവവചനം സംസാരിക്കുന്നുണ്ട്, അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണ്, പഠിക്കാൻ നല്ലതാണ്. പക്ഷേ പലരും പ്രസംഗിക്കുന്നത് ജനത്തെ വശീകരിച്ച് കളയുക, അവരിലേക്ക് വശീകരിക്കുക. ആരും നമ്മളെ വശീകരിക്കരുത്, ആരും നമ്മളെ ചതിക്കരുത്. ദൂതാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂതാരാധന മീൻസ് പാസ്റ്റർമാർ സഭയുടെ ദൂതന്മാരാ, അവരെ അങ്ങ് ആരാധിക്കുക. റോമാലേഖനത്തില് സ്വന്തം ദർശനങ്ങളിൽ കുടുങ്ങി നശിച്ചു പോയൊരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത്, അവര് ആരായിട്ടാ പൗലോസ് പഠിപ്പിക്കുന്നത്? റോമാലേഖനത്തില് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. റോമർ 1 സ്തോത്രം, അതിൻ്റെ 20ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. 21ാമത്തെ വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി. സ്വന്തം നിരൂപണങ്ങൾ, സെൽഫ് ഇമാജിനേഷൻ, സ്വന്തം നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂഢന്മാരായി പോയി. ഹല്ലേലൂയ, സ്തോത്രം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി.
മനുഷ്യനെ ആരാധിക്കുന്ന പെന്തക്കോസ്തുകാരുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? എനിക്കറിയാം, ഒത്തിരി പേരെ എനിക്കറിയാം. അവരുടെ പാസ്റ്റർ പ്രസംഗിക്കണം, അവർക്ക് പ്രസംഗം കേൾക്കണമെങ്കിൽ. പ്രസംഗത്തിന് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു ഗുണനിലവാരവും ഇല്ല. വേറും ദുരുപദേശം മാത്രം പറഞ്ഞു വയ്ക്കുക. അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം വിശ്വാസികൾ, സാത്താൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. കുടുങ്ങിക്കിടക്കുക. ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയാറുള്ളൊരു പദം, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊടുക്കുക. അപ്പോസ്തലന്മാർ തരുന്ന പ്രമാണം, ഉപദേശം, പത്യോപദേശം അത് മുറുകെ പിടിക്കുക. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളുക. രക്ഷപ്പെടാൻ നമുക്ക് അതല്ലാതെ വേറെ വഴിയില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത്ര ശക്തിയോട് ഇത് പറയുന്നേ? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പെന്തക്കോ സമൂഹത്തെ വലിയൊരു ശതമാനത്തെ സാത്താൻ തോൽപ്പിച്ചിട്ടിരിക്കുക. തോറ്റ് തൊപ്പിയിട്ട് കിടക്കുകയായി. ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു ഗ്രൂപ്പ് കിടപ്പുണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ടവരായിട്ട് ഇവരും കിടക്കുകയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ പ്രസംഗിക്കാറുണ്ട്. യെരൂശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടന്മാർ, മുടന്തന്മാർ, ക്ഷയരോഗികൾ, ആത്മീക വ്യാധിക്കാർ, ആത്മീക കുരുടന്മാർ, ആത്മീക മുടന്തന്മാർ, ആത്മീക ക്ഷയരോഗികൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ പെന്തക്കോ സമൂഹത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. വലിയ സമൂഹം ഇങ്ങനെ കിടക്കുകയാണ്. രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിലും ദുരുപദേഷ്ടാക്കന്മാരുടെ ഉപദേശത്തിൽ കുടുങ്ങി അവർ കിടക്കുകയാണ്. ഇവരെ ആര് രക്ഷപ്പെടുത്തിയെടുക്കും? ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരുണ്ട്? ആ സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതുപോലെ ഈ ദുരുപദേശത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആവോളം ദൈവവചനം അവർക്ക് കൊടുക്കാൻ തക്കണം ശ്രദ്ധാലുക്കളായിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യോവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശത്തിൽ പോയാൽ പിന്നെ ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ. ഈ തിമോഥെയോസിന്റെ ലേഖനത്തിലെ ഒരു ശ്രദ്ധേയമായ പഠനമാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം, അതിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യോവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുശംസയം, ദുർബുദ്ധി, സത്യത്യാഗികളായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? അപ്പോൾ ഭക്തിക്കൊത്ത് ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യോവചനവും ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവന്റെ ചിന്താഗതി എന്താണ്? തർക്കവും വാഗ്വാദത്തിനെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയിൽ അസൂയ, ശണ്ഠ, ദുഷണം, ദുശംസയം, ദുർബുദ്ധി, സത്യത്യാഗികളായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവരുടെ ലക്ഷ്യം ആദായ സൂത്രം, ദൈവവചന പ്രഘോഷണം, ധനം സമ്പാദിക്കുക, പ്രസംഗിച്ച് പണമുണ്ടാക്കുക. ഇന്ന പ്രസംഗത്തിന് 30,000, 40,000, 50,000 രൂപയുടെ വന്ന് നിപ്പുണ്ടിപ്പോ. മഹാന്മാരെ ഒരു പ്രസംഗത്തിന് അവർ പറയണം, എനിക്ക് 50,000 വേണമെന്ന്. എവിടെ നിന്ന് വന്നു? സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. അവൻ നമ്മെ തോൽപ്പിക്കരുത്. തോൽപ്പിച്ചിട്ടിരിക്കുക സാത്താൻ. അവർ പറയുന്നത് ഭയങ്കര പ്രസംഗമെന്നാണ് പറയുന്നത്. ഈ മഹാന്മാരുടെ പ്രസംഗമൊക്കെ ഞാൻ കേട്ട് നോക്കിയിട്ട് ഒരു ഗുണനിലവാരവും ഇല്ല. ഇനി അഥവാ വല്ലതൊക്കെ പറഞ്ഞാൽ തന്നെയും പഠിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ വേണം പ്രസംഗിക്കാൻ. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാ. ഒരു വാക്യമെടുത്ത്, ഒരു വേദഭാഗമെടുത്ത് പ്രസംഗിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന അതിനോട് ലിംഗിയത്തക്ക, അതിനോട് കൂട്ടുചേർക്കത്തക്ക വാക്യങ്ങളെടുത്ത്, ഇണചേർന്ന വാക്യങ്ങളെടുത്ത് ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുമ്പോൾ അത് പറഞ്ഞ് പ്രസംഗിച്ച് ആത്മനിയോഗത്താൽ ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനത്തിലൂടെയാണ് പ്രസംഗം പോകുന്നത്. അത് ദൈവവചനമാണ് പ്രസംഗിക്കേണ്ടത്. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ
സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. എൻ്റെ വചനവൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനം അത്രയായിരുന്നത്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കരച്ചിലുണ്ടാകും, പാപബോധമുണ്ടാകും, കുറ്റബോധമുണ്ടാകും. ഇന്ന് അതുവല്ലോ ഉണ്ടോ? പ്രസംഗിച്ച് കാശുണ്ടായിക്കൊണ്ട് പോവുകയല്ലേ പലരും, പ്രസംഗിച്ച് കസേര ഉറപ്പിക്കുകയല്ലേ പലരും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഭൗതികത്തിന് വേണ്ടിയും സുവിശേഷം വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. നന്നായിട്ട് മനസ്സിലാക്കുക. എന്തിനാണ് ഈ വാക്യം എടുത്ത് പ്രസംഗിക്കണമെന്ന് കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത? അനേകർ ഈ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. പിശാചിനിടം കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, 1 സ്ക്വയർ ഫീറ്റ് കൊടുത്ത്, 2 സ്ക്വയർ ഫീറ്റ് കൊടുത്ത്, 500 സ്ക്വയർ ഫീറ്റായി, 1000-ആയി, 2000-ആയി, 3000-ആയി ലീഡർഷിപ്പിൽ നിൽക്കുന്നവരൊക്കെ, സഭാ മേലാളന്മാരൊക്കെ ഏക്കർ കണക്കിന് കൊടുത്തിരിക്കുക. അവൻ അവിടെ കിടന്ന് മേയുക. ഇതിൻ്റെ ഇടയിൽ ഇവർ ശുശ്രൂഷ നടത്തുക. ആർക്കെന്ത് പ്രയോജനം? ഞാൻ കുറ്റം പറയല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. കുറ്റം പറയുകയാണെങ്കിൽ കുറ്റം പറയാമെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയാറുണ്ട്, എൻ്റെ മെസ്സേജ് ഇച്ചിരി കട്ടിയാ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കട്ടിയായിരുന്നു. പാമ്പിൻ്റെ മക്കളെ എന്ന് വരെയും വിളിക്കാനിടയായി. കർത്താവ് വിളിച്ചില്ലേ സർപ്പസന്തതികളെ? എന്തുകൊണ്ടാണ് വിളിച്ചത്? ആത്മീക രോഷം നിമിത്തം. വചനത്തിൻ്റെ വ്യവസ്ഥകളെ തകിടം മറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. യോഹന്നാൻ സ്നാപകന്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. അതുപോലെ ഗൗരവത്തോടെ പ്രസംഗിക്കുകയാണെന്ന് മാത്രം കരുതിയാൽ മതി. കർത്താവ് സഭയെടുക്കാൻ നേരമായി. ഇസ്രയേലിനെ, അവസാനത്തെ ഇസ്രയേലിൻ്റെ മേലുള്ള പണിഷ്മെന്റ്, ശിക്ഷ നടപ്പാക്കാനായിട്ട് സ്വർഗം തീരുമാനിച്ചിരിക്കുക. ഇസ്രയേൽ പർവ്വത നിരകളിൽ ഗോഗ് മാഗോഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇസ്രയേലിനോട് ഏറ്റവും വലിയ ശത്രു മനോഭാവം കാണിക്കുന്ന ഇറാൻ, പാർസികൾ, ഗോഗിന്റെ നേരെ താഴെ പാർസി, തുർക്കി, സുഡാൻ ആദിയായ ചില രാഷ്ട്രങ്ങളെല്ലാം കൂടി അണിനിരന്നുകൊണ്ട് ഇസ്രയേൽ പർവ്വത നിരകളിൽ വലിയ യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്കിതേതുമല്ലയോ? നിങ്ങൾക്കിതേതുമല്ലയോ? ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ കർത്താവിൻ്റെ വരുമെന്ന് പൗലോസ് പഠിപ്പിച്ചു. പെട്ടെന്ന് അവർക്ക് നാശം സംഭവിക്കും. അതിനു മുമ്പ് കർത്താവ് ഒന്ന് സഭയെടുക്കും. മഹോദരകാലം തുടങ്ങുന്നതിന് മുമ്പ് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ചിലർ പറഞ്ഞു ഞങ്ങൾ മഹോദരകാലത്തിൽ കിടന്നിട്ടേ വരുള്ളൂ. വന്നോ, ഒരു കുഴപ്പമില്ല. തീരുമാനം നിങ്ങളുടെ ഫ്രീ വില്ലുണ്ടല്ലോ ഓരോരുത്തർക്കും. നിങ്ങൾക്ക് അങ്ങനെ വരാനാണെങ്കിൽ അങ്ങനെ താല്പര്യം, ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല. സ്വത്രം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പഠിപ്പിച്ച പഠനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുള്ള യേശു. തെസ്സലോനിക്ക ലേഖനം 1:9 ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തു നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. ഞങ്ങളങ്ങനെ കാത്തിരിച്ചു. തെസ്സലോനിക്ക സഭ അങ്ങനെ കാത്തിരിക്കും. ഞങ്ങളും അക്കൂട്ടത്തിൽ കാത്തിരിക്കുന്നവരാ. വരുവാനുള്ള കോപത്തിൽ വിടുവിക്കുന്ന യേശു വരുന്നത് ഞങ്ങൾ നോക്കിയിരിക്കുക. മഹോദരകാലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പല പ്രാവശ്യം ഒരു ചെറിയൊരു പ്രോഗ്രാം തന്നെ ചെയ്തൊരു ക്ലിപ്പ് ഞാൻ ചെയ്തെന്ന് എൻ്റെ ഓർമ്മ. അത് യഹൂദൻ്റെ കഷ്ടകാലമാണ്. മശിയെ തള്ളിക്കൊണ്ടുള്ള അവസാനത്ത് അവരുടെ പണിഷ്മെൻറ്റാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ ചെന്ന് കയറണ്ട. ഏതോ വെളിവ് കെട്ടവർ ആ ദുരുപദേശം എടുത്ത് ഇന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നല്ല പാസ്റ്റർമാർ പോലും ആ കെണിയിൽ വീണ് കിടക്കുക. 1, 2, 3 അധ്യായത്തിൽ സഭയ്ക്ക് വേണ്ടിയുള്ള ഉപദേശം, 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ സഭ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ സഭയെക്കുറിച്ചുള്ള പ്രതിവാദം കാണുന്നത് അവസാന അധ്യായങ്ങളൊക്കെ വരുമ്പോഴാണ്. ഇവിടെ നടക്കുന്ന മഹോദരകാലത്തെ സംഭവങ്ങളാണ് പിന്നെ ഇടസമയങ്ങൾ മുഴുവൻ. ആ സമയത്ത് സഭ ഇവിടെ ഇല്ല, സഭ സ്വർഗത്തിലാണ്. മഹോദരകാലം കഴിഞ്ഞിട്ടാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി സഭ ഇറങ്ങി വരുന്നത്. അതിനൊക്കെ വാക്യങ്ങളുണ്ട്, കൃത്യം വ്യക്തമായ വാക്യങ്ങളുണ്ട്. മഹോദരകാലം ആർക്ക്? മഹോദരകാലം എന്തിന്?
മഹോദരകാര്യം ഏത് സമയത്ത് എന്നൊക്കെ വ്യക്തമായിട്ടുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോകാൻ മാത്രം വേണം, അപ്പോൾ ആ ധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സാത്താൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ദുരുപദേശത്തിൻ്റെ വിത്ത് ഇന്ന് വിതച്ചുകൊണ്ടിരിക്കുക. ഞാനത് കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു സാധു മനുഷ്യനാണ്. ഇന്ന് അനേക വിശ്വാസികൾ കളകളായി തീർന്നുകൊണ്ടിരിക്കുക. ദൈവവചനത്തിൻ്റെ വിത്ത് വിതച്ചിട്ട് അത് ഫലം കായ്ക്കാൻ കഴിയാതെ അതിൻ്റെ ഇടയിൽ കള വിതച്ചപ്പോൾ ആരായി മാറി? ഹല്ലേലൂയ, സ്തോത്രം. വിത്ത് വിതയുടെ ഉപമയെക്കുറിച്ച് 13-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ചു. സ്തോത്രം. എന്നാൽ വിതയ്ക്കുന്നതിൻ്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. യോഹന്നാൻ 13:18 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇന്ന് പലരുടെയും ഹൃദയത്തിൽ നിന്ന് വചനമൊക്കെ എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ കൂടെ കുറേ സഹോദരന്മാരുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് ഉപദേശമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരാ. വചനം എല്ലാം ഹൃദയത്തിൽ നിന്ന് പോയി. ഇപ്പം ചപ്പൻ ചവറും പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്നത് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയായിരിക്കും വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാകിയാൽ അവൻ ക്ഷണീകനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ നിഷ്ഫലമാക്കി തീർന്നതാകുന്നു. നല്ല വിത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനുള്ള സദൃശമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു. ഇപ്പം ഇവിടെ കള വിതയ്ക്കൽ നടക്കുക ഇഷ്ടം പോലെ. ദൈവവചനം ഒരു ഭാഗത്ത് വിതയ്ക്കുന്നുണ്ട്, ഒരു കൂട്ടർ ശുശ്രൂഷകന്മാർ ദൈവമാക്കി വെച്ചവർ. അല്ലാത്തവരെന്ത് ചെയ്യുക? കള വിതച്ചുകൊണ്ടിരിക്കുക. ഈ അപ്പോസ്തലന്മാർ തരുന്ന പുതിയ നിയമസഭയുടെ ആവിർഭാവം എവിടെയാ? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം. പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ പുതിയ നിയമസഭ രൂപം കൊണ്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പത്രോസ് എഴുന്നേറ്റ് ആത്മനിർഭരത്തിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട് 3000 പേര് രക്ഷിക്കപ്പെട്ടു വന്നു. ആ രക്ഷിക്കപ്പെട്ടവന്നവരെന്ത് ചെയ്തു? ആ പ്രസംഗം വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നതല്ല. നമ്മളെ ഈ വചനം വ്യവസ്ഥാപിതമായിട്ട് പലരും വായിക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിൻ്റെ പ്രസംഗം, സ്തോത്രം. പത്രോസിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് പ്രവൃത്തി 2:14 മുതലാണ്. അപ്പോൾ പത്രോസ് 11 പേരോട് നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദാപുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ള ജാതികളുണ്ട്, എല്ലാവരുമായിട്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങി. അങ്ങോട്ട് പ്രസംഗിച്ച് വന്ന് അവസാനം ഈ പ്രസംഗം കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട ഒരു ഗ്രൂപ്പുണ്ട്. അവരോടാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിന് മുമ്പാകെ കൂടി വന്ന ഗ്രൂപ്പാരാ വക്രതയുള്ള തലമുറയാണ്. പൗലോസ് പറയുന്നു, വക്രതയും കോട്ടമുള്ള തലമുറയായത്. വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഇനിയാണ് ആ 42-ാമത്തെ വാക്യത്തിൻ്റെ പ്രസക്തി. പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും വലിയ ഭയമായി. അവസാനത്തെ വാക്യത്തിലേക്ക് വരാം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആരാ രക്ഷിക്കപ്പെട്ടത്? നിർമ്മലമായ
ആത്മനിറവിലുള്ള പത്രോസിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു വന്നവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇന്ന് ഭൂമിയിൽ ഏതെങ്കിലും ഒരു സഭ കർത്താവിൻ്റെ സഭയാണെന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയണമെങ്കിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആയിരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. ഇല്ലെങ്കിൽ സഭയാകത്തില്ലേ പാസ്റ്ററെ? സഭയാകും, കർത്താവിൻ്റെ സഭയാകത്തില്ല. വേറെ ഏതൊക്കെയോ സഭകളാണ്. അങ്ങനെയുള്ള സഭകളാണല്ലോ ഇന്ന് നിൽക്കുന്നത്. ഓരോരുത്തരുടെ പേരിൽ കിടക്കുകയല്ലേ. ചില വ്യക്തികൾ സഭ നടത്തുകയല്ലേ. 1000, 2000, 3000, 4000, 5000, 40,000 വരെ കൊടുത്ത് സഭ നടത്തുന്ന സംഭവം എനിക്കറിയാം. ഞാനതൊന്ന് തുറന്നു പറയാൻ താല്പര്യപ്പെടുന്നില്ല. സഭ നടത്താൻ 40,000 രൂപ കയ്യിൽ നിന്ന് കൊടുക്കുക സംഘടനക്കാർ, പാസ്റ്റർമാർ. ഇതൊക്കെ മനുഷ്യരുടെ ചെപ്പടി വിദ്യകളാണ് പ്രിയമുള്ളവരെ. നമ്മളിത് കണ്ടെന്നും സ്വത്രം കലങ്ങിപ്പോകരുത്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് നിങ്ങൾ 2 പേരോ 3 പേരോ ഒരു വീട്ടിൽ കൂടി വന്നാൽ അവിടെ ഒരു സഭയായി. അക്വിലാസും പ്രിസ്കില്ലയും ഹൗസ് ചർച്ചിൻ്റെ പാസ്റ്റർമാരാണ്, ശുശ്രൂഷകന്മാരാണ് അവരെ. ബർന്നബാസ് വചന നിശ്ചയമില്ലാത്ത ബർന്നബാസിനെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുവാൻ സ്വത്രം അക്വിലാസ് പ്രിസ്കില്ലയും കൂടി ചേർന്ന് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പ്രവൃത്തി പുസ്തകത്തിൽ. ബർന്നബാസിനെ ചേർത്തുകൊണ്ട് സ്പഷ്ടമായി ഉപദേശം അവരെ പഠിപ്പിച്ചു. അപ്പോൾ ഹൗസ് ചർച്ചുകളിൽ പ്രാർത്ഥനാ കൂട്ടായ്മകൾ വേദപുസ്തകത്തിലുണ്ട്. ഹൗസ് ചർച്ചുകൾ ഇന്നും ഹൗസ് ചർച്ചുകൾ നിലവാരത്തിലുണ്ട്. സംഘടനാ ചർച്ചുകളുണ്ട്, ഹൗസ് ചർച്ചുകളുമുണ്ട്. സംഘടന ആക്കി വെച്ചിരിക്കുന്നത് സംഘടനാ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവ് ആക്കി വെച്ചവർ കർത്താവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കുന്നു, ഒരു പാസ്റ്റർ, വളരെ വയോവൃദ്ധനായ ഒരു പാസ്റ്റർ, ഞാൻ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ ആളായിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. പാസ്റ്ററെ, ഞാൻ തല നിലത്ത് കുനിക്കുന്നു. എന്തഭിമാനിക്കാനോ ഉള്ളേ? പാസ്റ്റർ ബാബു വേട്ടമല നന്നായി വചനം പഠിപ്പിക്കുന്ന ഒരു പാസ്റ്ററാണ്. 2 കാലും സ്വാധീനമില്ലാതെ വീൽ ചെയറിലിരിക്കുക. അധിക മനുഷ്യൻ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി അത് ഉറപ്പിച്ചു. ഇന്നത്തെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ അനുകരിക്കാൻ കൊള്ളാകുന്നവരാരുമില്ല. 100% ഞാൻ സെക്കൻഡ് ചെയ്യുകയാണതിനെ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അനുകരിക്കാൻ കൊള്ളാവുന്നവരാരുമില്ല. വീണ് കിടക്കുന്നവരാണ് നല്ലൊരു ശതമാനവും. ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ പറയുന്ന ദുരുപദേശം പറയുന്നവരുടെ കഴുത്തിൽ കൈയിട്ട് നടക്കുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ കരുത്തന്മാരെന്ന് പറയുന്നവരെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്നു, ദുഃഖിക്കുന്നു, ഞങ്ങളുടെ തല കുനിക്കുന്നു. ഹല്ലേലൂയ. ഇടയ്ക്കൊരു വലിയൊരു മെഗാ മീറ്റിംഗ് എറണാകുളം പട്ടണത്തിൽ നടന്നു. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: സഭ ക്രിസ്തുവിൻ്റെ ശരീരം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ചർച്ച്. ഞാനത് കേട്ട് കുറേ മെസ്സേജൊക്കെ അവിടെയൊക്കെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണെങ്കിൽ തല ക്രിസ്തുവാണ്, ശരീരം സഭയാണ്. അപ്പൊ തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നു. സ്തോത്രം. വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഞാൻ വേണമെങ്കിൽ ആ വാക്യമെടുത്ത് നിങ്ങളെ വായിച്ച് ഗ്രഹിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. കൊലോസ്യ ലേഖനം, ഹല്ലേലൂയ, 3-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. പ്രധാന വാക്യം: തല ക്രിസ്തുവാണെങ്കിൽ ശരീരം സഭയാണ്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കണം? ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ ഉപദേശം കേട്ടാൽ മതി. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു, ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നു. തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം കേട്ട് ശരീരമാം സഭയുടെ അവയവങ്ങൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീക നിറവ്. ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് അവർ വളർന്നു വരുന്നു. ശൈശവാവസ്ഥകൾ വിട്ട് വളരുന്നു. ഇന്ന് ശിശുക്കളല്ലേ സഭയിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അത് കണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആത്മീയ ശിശുക്കളെ കൊണ്ട് ഇന്നത്തെ പ്രസ്ഥാനങ്ങൾ നിറഞ്ഞു കിടക്കുക. വചനം പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല.
വ്യവസ്ഥാപിതമായി ക്രിസ്തുവിൻ്റെ പ്രമാണം അവരെ പഠിപ്പിക്കുന്നില്ല. രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പതിവചനം, ഭക്തികൊത്ത് ഉപദേശം, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുന്നില്ല ആരും. മോചന പ്രമാണത്തിലേക്ക് പോവുക. എന്താവശ്യം? ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോടല്ലേ? നമ്മൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ലല്ലോ. നമ്മൾ യഹൂദ ജാതിപ്പെട്ടവരാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച ഗ്രൂപ്പല്ലേ നമ്മൾ? മറ്റത് പ്രവൃത്തിയാലുള്ള നീതീകരണമല്ലേ കിട്ടുന്നത്? ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കിട്ടുന്ന നീതീകരണമല്ലേ? ഒത്തിരി വിഷയങ്ങളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളെ ദൈവം ഒരു വയോവൃദ്ധനായ ഒരു കർത്താവിൻ്റെ ദാസൻ എപ്പോഴും പറയും, സഹോദരാ, തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കും. ഞാനിത് പലപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും കേട്ട് കേട്ട് നിങ്ങളിത് ഗ്രഹിക്കാൻ വേണ്ടിയാണ് പിന്നെയും പറയുന്നത്. ആശയദാരിദ്ര്യമുള്ളതുകൊണ്ടല്ല, പ്രസംഗത്തിലെ വാക്കുകൾ കിട്ടാഞ്ഞിട്ടല്ല. തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കുന്നു. ക്രിസ്തുവില്ലാത്ത സഭകൾ കുമിളുപോലെ മുളച്ചു കൊണ്ടുവരുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കാത്ത സഭകൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി എങ്ങനെ പഠിപ്പിച്ച ഉപദേശരൂപം റോമാസഭയെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, സഭ അത് പഠിച്ചു. റോമർ 16 സഭ അത് നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. അപ്പം സഭയെ ഉപദേശം പഠിപ്പിച്ച സഭ ഉപദേശം പഠിക്കും. പഠിപ്പിച്ചില്ലെങ്കിൽ പഠിക്കുന്നില്ല. BC നഴ്സിംഗിന് ചേരുന്ന ഒരു കുഞ്ഞിനെ 4-5 വർഷം പഠിപ്പിച്ച് പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞല്ലേ ഫീൽഡിൽ ഇറക്കുന്നത്. ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിടുകയാണോ? എന്തോരം പഠനങ്ങളും എന്തോരം പ്രാക്ടീസും. BSc നഴ്സിംഗ് മാത്രമല്ല, എല്ലാ ഫീൽഡുകളിലും, ഒരു ഡോക്ടർ ആകട്ടെ, ഒരു എഞ്ചിനീയർ ആകട്ടെ, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ഏത് ഫീൽഡിലാകട്ടെ, ഒരു ബിൽഡറായിട്ടാണെങ്കിലോ പഠിക്കണ്ടേ അദ്ദേഹം? പ്രാക്ടിക്കൽ ചെയ്യണ്ടേ? ഹല്ലേലൂയ. ഏത് വിഷയം എടുത്ത് പഠിച്ചാലും അതിൻ്റെ പ്രാക്ടിക്കൽ വേണ്ടേ? വചനം പഠിക്കുന്നവർ ഒരു വിലപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ നടന്ന് വചനം പഠിക്കണ്ടേ? ഡെമോൺസ്ട്രേഷൻ സ്റ്റഡി എന്ന നിലയിൽ കണ്ട് പഠിക്കണ്ടേ? കേട്ട് പഠിക്കണ്ടേ? ഇതുവല്ല ഇന്നുണ്ടോ? ആൾക്കാരിങ്ങനെ പടച്ചു വിടുക. ബൈബിൾ കോളേജുകൾ തലയെണ്ണി കാശ് മേടിക്കാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ഞാൻ എടുത്തൊരു സബ്ജക്റ്റിലേക്ക് വേഗത്തിൽ മടങ്ങി വരട്ടെ. അനന്തരം യേശു, മത്തായി 13:36 മുതൽ, അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിളച്ചത് ശത്രു, കൊയ്ത്ത് ലോകാവസാനം, കൊയ്തവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലികടിയും ഉണ്ടാവും. നരകത്തിൽ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നല്ല വിത്ത് വിതച്ചത് മനുഷ്യപുത്രൻ, കള വിതച്ചത് പിശാച്. ഡാർവിനെ ഉപയോഗിച്ചു, സോക്രട്ടീസിനെ ഉപയോഗിച്ചു, ലോകത്തിലെ ലെനിനെ ഉപയോഗിച്ചു, മഹാരഥന്മാരെ ഉപയോഗിച്ചു, ലോകത്തിലെ ബുദ്ധിജീവികളെ സാത്താനെടുത്ത് ഉപയോഗിച്ച് കള വിതച്ചു. ആ കരട പിറകെ ലോകത്തിൽ അനേകർ പോയിക്കൊണ്ടിരിക്കുക. ദുരുപദേശങ്ങൾ വിതയ്ക്കുന്നത് പിശാചാണ്. അതിന് വ്യക്തികളെ എടുക്കുന്നത്, ഭക്തന്മാരെന്ന് പറയുന്നവരെ എടുക്കുന്നത്, വേദപുസ്തകം പഠിച്ച് ഡിഗ്രി ഉള്ളെന്ന് അവകാശപ്പെടുന്നവരാണ് പിശാച് എടുത്ത് ഉപയോഗിക്കുന്നത്. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാര് അവരവരെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതെന്ന് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനോടുമാകും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതുന്നു. 1 യോഹന്നാൻ പറയാൻ എടുത്തു വായിക്കാൻ സമയമില്ല. 1 യോഹന്നാൻ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പഠിച്ചുകൊള്ളുക. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമാണ് നമ്മുടെ നമുക്ക് ഉപദേശം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളാണ് പുതിയ നിയമസഭയുടെ ഉപദേശം. നീ പ്രവാചകനായിരിക്കാം, ആത്മികനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37. അങ്ങനെ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം പത്രോസിൻ്റെ ക്ലാസ്
നമ്മളെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ പറഞ്ഞു, ആ പത്രോസ് എഴുതിയ ലേഖനത്തിലൂടെ അത് നല്ല വ്യക്തമായിട്ട് നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നു. പത്രോസിൻ്റെ ആ രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആ വാക്യം ശക്തിയോടെ വെളിപ്പെട്ട് വന്നു. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം, കണ്ടോ, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന. അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന. മറ്റത് മുൻപറഞ്ഞ വചനങ്ങൾ, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളത്. അത് മോശയിക പ്രമാണമാണ്. പുറപ്പാട് തൊട്ട് പൻ്റെട്ടുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കിയൊക്കെ കുറേ ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. യുഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ യുഗങ്ങളായി തിരിച്ച് ദൈവം വചനം മനുഷ്യന് കൊടുക്കുന്നുണ്ട്. സ്തോത്രം. അതിനെക്കുറിച്ച് വേണമെങ്കിൽ സംക്ഷിപ്ത രൂപമായിട്ട് ഞാൻ പറയാം. നിഷ്പാപയുഗം, ആദാമിൻ്റെ സൃഷ്ടി മുതൽ വീഴ്ച വരെ. മനസാക്ഷി യുഗം, ആദാമിൻ്റെ വീഴ്ച മുതൽ ജലപ്രളയം വരെ. മാനുഷിക ഭരണയുഗം, പെട്ടകത്തിൽ നിന്ന് നോഹയും കൂട്ടരും കുടുംബത്തിൽ നിന്ന് ഇറങ്ങി മുതൽ അബ്രഹാമിൻ്റെ വിളി വരെ. വാഗ്ദത്ത യുഗം, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം മുതൽ ന്യായപ്രമാണം വരെ. ന്യായപ്രമാണ യുഗം, ന്യായപ്രമാണം ലഭിച്ചത് മുതൽ ക്രിസ്തു വരെ. കൃപായുഗം, നമ്മളിപ്പോൾ ആയിരിക്കുന്ന യുഗം, യേശു ക്രിസ്തു മുതൽ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ. മഹോദ്രവയുഗം, സഭ മാറ്റപ്പെട്ടതിന് ശേഷം യെശുക്രിസ്തുവിൻ്റെ ഭീകരമായ 7 വർഷത്തെ ഭരണകാലം, മഹോദ്രവ യുഗം. സഹസ്രാബ്ദ യുഗം, മഹോദ്രകാലം കഴിഞ്ഞ് പഴയ ഭൂമിയും ആകാശത്തൊക്കെ ചുട്ടഴിച്ചിട്ട് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്ന പുതിയ ആകാശത്തിലെ യുഗം, സഹസ്രാബ്ദ യുഗം. അത് കഴിഞ്ഞ് നിത്യമായ യുഗം, ദൈവം മനുഷ്യനോടുകൂടി വസിക്കുന്ന നിത്യയുഗം. ഏദൻ പൂങ്കാവനത്തിൽ വെയിലാറുമ്പോൾ പിതാവാം ദൈവം ആദാമിനോടും അവയോടും കൂടി സംസർഗം ചെയ്തിരുന്നു എന്നാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. പാപം ചെയ്തപ്പോൾ ദൈവം കയറിപ്പോയി. പിന്നെ ദൈവം മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നു. അത് എൻ്റെയും നിന്നെയും നരകക്കുഴിയിൽ നിന്ന് രക്ഷിക്കാനാണ്. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലെഷ്. ദൈവം മനുഷ്യനായി വന്നു. ഹല്ലേലൂയ. ആ മനുഷ്യനായ ദൈവം നമ്മെ വന്ന് വീണ്ടെടുത്തു. മനുഷ്യ ശരീരത്തിലാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. വീണ്ടെടുപ്പ് പ്രാപിച്ച് തേജോരൂപിയായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഞാനും നിങ്ങളും നശിച്ചു പോകാതിരിക്കുവാൻ, സ്തോത്രം, നമുക്ക് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ ഇടം കൊടുക്കരുത്. അനേകരുത് കുറേശ്ശെ സ്ഥലം കൊടുത്ത് അവരറിയാതെ സാത്താൻ കയറി മേഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവന് ഇടം കൂടുതൽ കിട്ടി. ആത്മീയമായിട്ട് ചിന്തിച്ചു ഗ്രഹിച്ചോളെ ഈ കാര്യങ്ങൾ. സ്വത്രം ചീട്ട് കീറിക്കിടക്കുക. ഇപ്പോൾ അവർ കർത്താവിൻ്റെ വരവിനുവേണ്ടി കാത്തിരിക്കുക എന്നാ പറയുന്നേ. നോ, പ്രമാണം വിട്ടുകളഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് ബന്ധമില്ല. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം അത് പൂർത്തീകരിച്ചില്ല. അത് ഇപ്പോൾ ഓർമ്മിച്ചു തരുന്നു ദൈവാത്മത്തിൻ്റെ ആത്മാവ്. പ്രമാണം വാങ്ങാൻ പോയപ്പോൾ, കൽപ്പന വാങ്ങാനായിട്ട് പോയപ്പോൾ പാസ്റ്റർ അഹ്റോന്റെ നേതൃത്വത്തിൽ ജനം കെട്ടഴിഞ്ഞവരായി. 3000 പേര് വെട്ടുകൊണ്ട് മരിക്കേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് കർത്താവ് പറയുന്ന മോശയോട് പറയുന്ന, മോശേ, നീ വേഗം ഇറങ്ങിച്ചെല്ല്, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. പുറപ്പാട് പുസ്തകം 7, 8, 9, 10 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ ജനം എന്ന് പ്രവചന പുസ്തകങ്ങളിലും പുറപ്പാട് പുസ്തകങ്ങളിലും മറ്റിതര ഗ്രന്ഥങ്ങളിലൊക്കെ എൻ്റെ ജനമെന്ന് ദൈവം വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവം പ്രമാണം തെറ്റിച്ചപ്പോൾ ദൈവം തിരുത്തി പറഞ്ഞു, മോശയെ, നീ കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി. അവർ പട്ടുപോയി, വലിയ സംഖ്യ പട്ടുപോയി. മിസ്രയീം എന്ന് പാട്ടും പാടി സംഗീത നിശ നടത്തി പുറപ്പെട്ടെങ്കിലും വാഗ്ദത്ത കനാനിൽ കാല് വയ്ക്കുവാൻ 2 പേരും ഒരിളം തലമുറയെ കണ്ടുള്ളൂ എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. സ്വന്തം അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവർ പട്ടുപോയി, അവർ നശിച്ചുപോയി. ഇത് ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് എഴുതിയിരിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത്. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് തീർപ്പാൻ കഴിയേണ്ട ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുകയും
സത്യം അരക്കി കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷം കാലിൽ ചെരിപ്പാക്കി, സകല ദുഷ്ടന്റെ തീയമ്പുളിയും കെടുപ്പാന്തക്കോളം വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും, ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും ഒരായുധം കൂടി പത്രോസ് തരുന്നുണ്ട്. അത് വചനപരിജ്ഞാനമുള്ളവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. 1 പത്രോസ് 4:1 ഇങ്ങനെ കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പിൻ. ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇത് വേണ്ട. അല്ലാത്ത ജനറേഷനുള്ളവർക്ക് കഷ്ടതയൊന്നും അധികം ആർക്കും വേണ്ട. കഷ്ടതയാണ് നമ്മളെ ശുദ്ധീകരിച്ചെടുത്ത് പ്രാപ്തന്മാരാക്കുന്നതെന്ന് ദൈവജനം മറന്നു പോകരുത്. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നുള്ള കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. സാത്താനോട് എതിർത്ത് നിൽപ്പിനെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. സാത്താനോട് എതിർത്ത് നിൽപ്പിനെന്ന് പത്രോസ് പറയുന്നു. സാത്താനോട് എതിർത്ത് നിൽപ്പിനെന്ന് പൗലോസ് പറയുന്നു. സ്തോത്രം. പത്രോസിൻ്റെ പ്രസ്താവന ഭീകരമാണ്. വായിച്ച് പഠിച്ചാൽ അതിൻ്റെ ആ സ്തോത്രം അവസ്ഥ നമ്മൾ കണ്ട് നമ്മൾ വസ്തുത്തിൽ വ്യാകുലപ്പെട്ടു പോകും. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ അത് എഴുതി വച്ചിരിക്കുന്നു. ഞാനത് കണ്ട് പേടിച്ചിരിക്കുകയാണ് ദൈവമക്കളെ. സ്തോത്രം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങളാണ്. ഞാനത് വായിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന്, രക്ഷിക്കപ്പെടാത്തവർക്കും കേട്ടോ, ആ വക കഷ്ടപ്പാടുകൾ, സാത്താൻ്റെ പ്രവൃത്തിയിലുള്ള കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് നിങ്ങൾ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ഒരു വേദഭാഗം കൂടി പറയാൻ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇച്ചിരി സമയം പോയാലും ദൈവമക്കളെ നിങ്ങളിത് കേട്ടോളം. വെളിപ്പാട് 20-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും പിടിച്ച് വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കുമാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും ചെയ്തു. ഇത് ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ്? നിങ്ങൾക്ക് ഈ വാക്യത്തിൻ്റെ മർമ്മങ്ങൾ ആഴത്തിൽ നിങ്ങളൊന്ന് ഗ്രഹിക്കാൻ. സ്തോത്രം. വെളിപ്പാട് 12:9 ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച് ദൈവസഭയല്ലാത്ത എല്ലാറ്റിനെയും, ദൈവസഭയും കൂടി തെറ്റിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും വന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. സ്തോത്രം. അതിൻ്റെ 12 അതിൻ്റെ 10-ന്റെ 2-ാം ഭാഗം നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസനിൽ കുറ്റം ചുമത്തുന്ന അപവാദി സാത്താനെ കുറിച്ച് പറയുക. 12 വെളിപ്പാട് 12-ന്റെ 12 സ്തോത്രം. അതിൻ്റെ ലാസ്റ്റത്തെ പാർട്ട്, പിശാച് തനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടുകൂടി നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കും. 1000 ആണ്ട് സാത്താൻ ഈ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം 1000 ആണ്ട് സാത്താനെ പിടിച്ച് 1000 വർഷത്തേക്ക് കർത്താവ് ഈ ഭൂമിയെ രാജാവായി ഭരിക്കാൻ വരുമ്പോൾ സാത്താനെ അകത്താക്കുന്നതിൻ്റെ കാരണം എന്താ? അവനുണ്ടെങ്കിൽ ഇവിടെ കലഹം ഉണ്ടാക്കും. സാത്താനുള്ളത് കൊണ്ട് ഇത്രയും കലഹം, ഇത്രയും യുദ്ധങ്ങൾ, ഇത്രയും പ്രശ്നങ്ങൾ, മനുഷ്യനെ തമ്മിൽ കടിച്ചു കീറുന്നത് സാത്താൻ്റെ പ്രവൃത്തികളാണെന്ന് ഇനിയെങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കുക. സ്തോത്രം. ഇവിടെ ആ 20-ാം അധ്യായത്തിൻ്റെ ഒരു പ്രധാന വാക്യം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അതിൻ്റെ 7, 8, 9 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെ ഗോഗ് റഷ്യയുടെ നേതൃത്വത്തിൽ എന്നിവരെ യുദ്ധത്തിനായി ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയങ്ങളെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അത് ഇസ്രായേലിനെതിരെയുള്ള ഒരു പ്രവചനമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിട്ട് കളയുമ്പോൾ അവൻ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ജാതികളെ സംഖ്യയില്ലാത്ത കടൽപ്പുറത്തെ മണൽ പോലെ ഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കും. യുദ്ധം ചെയ്യാനായിട്ട് ഉള്ളിൽ ഇറാൻ്റെ നേതാക്കന്മാരുടെയും സ്തോത്രം മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഉള്ളിൽ പ്രേരണ കൊടുക്കുന്ന ആരാ? സാത്താനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് യുദ്ധം ചെയ്യാനായിട്ട് പറയുന്നത്. വചനം അങ്ങനെയാ പറയുന്നത്, യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുവൻ.
ഞാനത് വിശ്വസിക്കുന്നു. അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക, അതാണ് യുദ്ധം മുഖാന്തരം ഉണ്ടാകുന്നതല്ലേ. സർവത്ര നാശമല്ലേ. ദൈവമക്കളെ, നമുക്ക് കർത്താവിൻ്റെ വരയിലൂടെ വരിക. സാത്താനെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയാൻ സ്വത്രം ദൈവം തൻ്റെ പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളാരും സാത്താനെ അഗ്നിപ്പൊയ്കയിലേക്ക് കത്താൻ നാളെ ഒരു സൗരം പറയണ്ടേ, സാത്താനെ ഞാൻ എരിച്ചു കളയും. എരിക്കാനും പൊരിക്കാനും തിന്നാനൊന്നും നമ്മൾ നിൽക്കേണ്ട. ഒരു വ്യക്തിയുടെ മേൽ സാത്താൻ്റെ ആ വ്യാപാരമുണ്ടെങ്കിൽ, നിനക്ക് ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ നീ അത് ശാസിച്ചകറ്റ. അല്ലെങ്കിൽ ശാസിച്ച് കഴിയുമ്പോൾ നിൻ്റെ മണ്ടയ്ക്ക് അത് കയറും. സ്വത്രം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ദൈവസ്ഥനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവസാനം നമ്മൾ വിലപിക്കേണ്ടി വരും. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പിശാചിനിടം കൊടുക്കരുത്. ഈ ചെറിയ സന്ദേശം ദുഷ്ടനായ സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് ഉപകാരമായി ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്ത് അവനോട് പോരാട്. യുദ്ധം ചെയ്ത് തമ്മിൽ വഴക്കിടാതെ, തമ്മിൽ പോരാടാതെ, സംഘടനയോട് പോരാടാതെ, വ്യക്തികളോട് പോരാടാതെ, പിശാചിനോട് യുദ്ധം ചെയ്ത് സ്വത്രം വിജയശ്രീ നാളിതലായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.